കപ്പലണ്ടി. വേണ്ട, പുറത്തു നിന്നൊന്നും വാങ്ങിക്കഴിക്കാൻ പാടില്ലെന്നാണ് അമ്മയും അച്ഛനും പറഞ്ഞിരിക്കുന്നത്. ഹേയ്, പുറത്തുനിന്നല്ലോ, എന്റെ കയ്യിൽ നിന്നല്ലേ. അതിന് നിന്നെ ഞങ്ങൾക്കറിയില്ലല്ലോ. നീ എവിടെയുള്ളതാ? ഞാൻ കുറച്ച് ദൂരേന്ന് കപ്പലണ്ടി കച്ചവടത്തിന് വന്നതാ. ദൂരേന്നോ? അപ്പൊ നിനക്ക് വീടില്ലേ? ഇല്ല, എനിക്ക് വീടില്ല. അപ്പനും അമ്മയും ആരുമില്ല. അപ്പോ നീ സ്കൂളിൽ പോകുമ്പോൾ ബുക്കും പുസ്തകവും ഒക്കെ ആര് വാങ്ങിത്തരും? അതിന് ഞാൻ സ്കൂളിൽ പോകുന്നില്ലല്ലോ. അതെന്താ? എന്റെ അപ്പനും അമ്മയും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനും പഠിക്കുന്നില്ല. എനിക്ക് ആകെ ഉള്ളത് ഈ പട്ടിക്കുട്ടിയാ. ഇവന്റെ പേരാണ് ഡിക്രു. അപ്പോ പഠിക്കാതെ സ്കൂളിൽ പോകാതെ എങ്ങനെയാ നീ വലിയ കുട്ടിയാകണേ? പഠിച്ചിട്ടാണ് വലിയ കുട്ടിയാകുന്നതെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഭക്ഷണം കഴിച്ചല്ലേ വലുതാവുന്നത്. കപ്പലണ്ടി വിറ്റ് ഞാൻ വലിയ കുട്ടിയാകും. ഡിക്രുവിനും ഭക്ഷണം വാങ്ങിക്കൊടുക്കും. അപ്പോൾ അവനും വലിയ പട്ടിയാകും. അയ്യോ, എന്റെ അമ്മേ, പട്ടി അടിക്കാൻ വരുന്നേ. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, ഇവിടെ ആരും ഇല്ലേ ഈ പട്ടി ഒന്ന് പിടിച്ച് കെട്ടാൻ? അപ്പു, പക്രു ഞങ്ങളുടെ കൂട്ടുകാരനാ. നിന്റെ പട്ടിക്കുട്ടിയോട് അവനെ ഉപദ്രവിക്കില്ലെന്ന് പറയാമോ? ഞാനും വരട്ടെ നിങ്ങളുടെ കൂടെ. വരുന്നതൊക്കെ കൊള്ളാം. നേരത്തെ ചെയ്തതുപോലെ ഇനിയും ചെയ്യരുത്. ചെയ്താൽ ഇവൻ നിന്നെ വീണ്ടും ഓടിക്കും. എന്നാൽ വാ. അപ്പോൾ നീ എവിടെയാ കിടന്നുറങ്ങുന്നത്? അങ്ങനെയൊന്നുമില്ല, എവിടെങ്കിലും കിടന്ന് ഉറങ്ങും. സമയം വൈകി, പോയിട്ട് കാര്യമുണ്ട്. എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നത്? ഞാൻ വെറുതെ വിട്ടെന്നേ ഉള്ളൂ. കൂടുതൽ നേരം ആ പട്ടി ഇവിടെ കിടന്ന് കുറച്ചെന്നെങ്കിൽ കാണാമായിരുന്നു. ഒന്ന് പോടാ പക്രു. അവന്റെ ഒരു വീമ്പ് പറച്ചിൽ. ഇനി ആ ഡിക്രു പട്ടി എന്റെ മുമ്പിൽ വന്ന കാണിച്ചു തരാം. ദേ ഡിക്രു. ആ അപ്പുവിന്റെ കാര്യം കഷ്ടം തന്നെയല്ലേ? അതെ, നമ്മളെ പോലെ അല്ലല്ലോ അവൻ. അച്ഛനും അമ്മയും ഇല്ല, സ്കൂളിലും പോവില്ല. അവനെ നമുക്ക് നമ്മുടെ സ്കൂളിൽ കൊണ്ടുപോയാലോ? അതിനവൻ സമ്മതിക്കുമോ? സ്കൂൾ വളരെ മനോഹരമാണെന്ന് പറഞ്ഞാൽ പോരെ? എന്നാലും നമുക്ക് സംസാരിച്ചു നോക്കാം. എന്താ കൂട്ടുകാരെ നിങ്ങൾ ആലോചിക്കുന്നത്? പരീക്ഷ അടുക്കാറായല്ലോ. നിങ്ങൾ പഠിക്കുന്നില്ലേ? പഠിക്കണമെന്നൊക്കെയുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഞങ്ങൾക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ട്, പക്ഷെ അപ്പുവോ, അവന്റെ കാര്യം കഷ്ടമല്ലേ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ദുഃഖവും സന്തോഷവും എല്ലാം അവിടെയുണ്ട്. അതിൽ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പുവിന് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. അവനെ യേശു കാത്തോളും. അവനെ നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാമോ?
അവൻ വരുമോ? നല്ല ഉദ്ദേശത്തോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നും ഫലപ്രാപ്തിയിലെത്തും. നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചോ, കാരുണ്യവാനായ ദൈവം ഒരു വഴി കാണിച്ചു തരും. ജോബി, ജോളി, ആഹാരം കഴിക്കാൻ വരൂ. കൂട്ടരെ, നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കൂ. നാളെ രാവിലെ എഴുന്നേൽക്കേണ്ടേ, സ്കൂളിൽ പോണ്ടേ? ദേ അപ്പു. നിങ്ങൾ സ്കൂളിലേക്കായിരിക്കുമല്ലേ? കൂട്ടുകാരോടൊക്കെ പറയണം എന്നെ പറ്റി. പറയാമല്ലോ. അപ്പോ നിനക്ക് ഞങ്ങളുടെ കൂടെ വരാമോ? എവിടേക്ക്? സ്കൂളിലേക്ക്. അവിടെ വന്നാൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ കപ്പലണ്ടി വാങ്ങിക്കും അല്ലേ? അതിനല്ല, നിനക്ക് ഞങ്ങളുടെ സ്കൂളിൽ വന്ന് പഠിച്ചൂടെ? എന്തിന്? അവിടെ നല്ല രസമാ. ഒത്തിരി പുസ്തകങ്ങളുണ്ട്. അതിൽ നല്ല നല്ല കഥകളും. അതൊക്കെ വായിക്കാമല്ലോ. അതിനെനിക്ക് വായിക്കാൻ അറിയില്ല. എന്റെ അച്ഛനും അമ്മയും സ്കൂളിൽ പോയിട്ടില്ല. അവർ എന്നെ സ്കൂളിലും വിട്ടിട്ടില്ല. അതുകൊണ്ട് ഞാനും പോകുന്നില്ല. സമയം വൈകി, പിന്നെ കാണാം. നിൽക്കപ്പു, നിനക്ക് നല്ല രസമായിരിക്കും അവിടെ. കൂടാതെ കുറെ കൂട്ടുകാരെയും കിട്ടും. എനിക്കതൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കപ്പലിന്റെ വാങ്ങാം. അല്ലാതെ ഞാനൊന്നിനുമില്ല. നിങ്ങൾ വിഷമിക്കേണ്ട. എന്തെങ്കിലും വഴി നമുക്ക് കണ്ടെത്താം. നമുക്ക് ഫാദറിനോട് പറയാം, അദ്ദേഹം സഹായിക്കും. ഫാദർ ആണെങ്കിൽ അപ്പുവിനെ ഉപദേശിച്ചു നേരെയാക്കും. അതെ അതെ, വൈകിട്ട് നമുക്ക് ഫാദറിനെ ചെന്നു കാണാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ കുഞ്ഞുങ്ങളെ? അപ്പോൾ അതാണ് കാര്യം. അവനിൽ ഒരു താല്പര്യം ജനിപ്പിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൂ. ബാക്കിയൊക്കെ നമുക്ക് ശ്രമിക്കാം. പരമകാരുണ്യവാനായ ദൈവം എല്ലാത്തിനുമുള്ള വഴി കാണും. ശരി ഫാദർ, വൈകാതെ ഞങ്ങൾ അവനുമായി വരാം. അങ്ങനെയാകട്ടെ കുഞ്ഞുങ്ങളെ. ഫാദറിന്റെ അടുത്ത് എങ്ങനെ അപ്പുവിനെ എത്തിക്കും? എങ്ങനെയും എത്തിക്കാം. പക്ഷേ ഫാദർ സംസാരിക്കുമ്പോൾ അവൻ ഓടിപ്പോയാലോ? അപ്പോൾ അവനിൽ താല്പര്യം ജനിപ്പിച്ച് ഫാദറിന്റെ മുന്നിൽ എത്തിക്കണം. അതിനെന്താ ഒരു വഴി? നമുക്ക് സെറാഫിനെ വിളിച്ചാലോ? യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പ്രൈസ് ദ ലോർഡ് കൂട്ടുകാരെ. എന്താ നിങ്ങളുടെ വിഷമം? നിങ്ങളെ എന്തോ അലട്ടുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ട്. പക്ഷെ അപ്പുവോ, അവന്റെ കാര്യം കഷ്ടമല്ലേ? ഇത്രയുള്ളൂ. ഇത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു. അച്ഛനും
സ്വപ്നം കണ്ട പോലെ ഒരു വലിയ വീട് വെക്കണം, എന്നിട്ട് നന്നായി ജീവിക്കണം. പക്ഷേ അതിനൊക്കെ പണം വേണമല്ലോ. അത് എവിടുന്ന് കിട്ടും? നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരുപാട് ജോലി ചെയ്ത് പണം ഉണ്ടാക്കണം, എന്നിട്ട് ആഗ്രഹങ്ങളെല്ലാം സാധിക്കണം. ആഗ്രഹങ്ങളൊക്കെ സാധിക്കും കുട്ടികളെ. അമ്മൂമ്മ ഏതാ? ഇതുവഴി പോയപ്പോ നിങ്ങൾ സംസാരിക്കുന്ന കേട്ടു, അങ്ങനെ ഇവിടെ നിന്നതാ. അല്ല, എന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്ന് അമ്മൂമ്മക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. വലിയ വീട് വേണം, നന്നായി ജീവിക്കണം, ഇതൊക്കെ അല്ലേ ആഗ്രഹം. അതിന് ഒരു നിധി കിട്ടിയാ പോരെ? നിധിയോ? അതെവിടുന്ന് കിട്ടും? കുട്ടികളെ, ഇത് കണ്ടോ? ഇതിലൊരു മന്ത്രം എഴുതിയിട്ടുണ്ട്. ഇത് വായിച്ച് നിങ്ങൾ 3 വട്ടം പറഞ്ഞ നിധി കിട്ടും. അയ്യോ, എനിക്ക് വായിക്കാൻ അറിയില്ല. പിന്നെങ്ങനെ അമ്മൂമ്മക്ക് നിധി എടുത്തൂടെ? എനിക്കും വായിക്കാൻ അറിയില്ല. എനിക്കിനി ഒരുപാട് കാലമൊന്നുമില്ല. വായിക്കാൻ പഠിക്കാനും ഇനി പാടാണ്. അതുകൊണ്ട് മോൻ വായിക്കാൻ പഠിച്ചിട്ട് ഈ കടലാസ് വായിച്ച് നിധി കണ്ടെത്തൂ. എനിക്ക് സ്കൂളിൽ പോകുന്ന കൂട്ടുകാരുണ്ട്, അവരെ കൊണ്ട് വായിപ്പിക്കാം. അത് പറ്റില്ല. അവർ വായിച്ചാൽ നിധി അവർക്കാണ് കിട്ടുക. സ്വയം തന്നെ വായിക്കണം, എങ്കിലേ നിനക്ക് നിധി കിട്ടൂ. അപ്പോ എല്ലാ ആഗ്രഹങ്ങളും മോന് സാധിക്കാൻ പറ്റും. കലക്കി സെറാഫിൻ, കലക്കി. സമ്മതിച്ചിരിക്കുന്നു. എന്താ അപ്പു, നീ ഇന്ന് കപ്പലണ്ടി വിൽക്കാൻ പോയില്ലേ? ഇല്ല, നിങ്ങൾ എനിക്ക് ഒരു ഉപകാരം ചെയ്യാമോ? എന്താ? എന്നെ വായിക്കാൻ പഠിപ്പിക്കാമോ? ഒരു ദിവസം പഠിപ്പിച്ചാൽ മതി. വായിക്കാൻ പഠിക്കണമെങ്കിൽ നീ സ്കൂളിൽ ചേരണം. എന്താ ഇപ്പൊ നിനക്ക് അങ്ങനെ തോന്നിയേ? പഠിക്കണമെങ്കിൽ സ്കൂളിൽ പോണം, അവിടുന്ന് പഠിക്കാം. ഞങ്ങളും ഇടയ്ക്ക് സഹായിക്കാം. എന്നെ സ്കൂളിൽ എടുക്കുമോ? അച്ഛനും അമ്മയും ഒക്കെ വരണ്ടേ? അവരാരും എനിക്കില്ലല്ലോ. ശരിയാ, വായിക്കാൻ പഠിക്കണമെങ്കിൽ നീ സ്കൂളിൽ ചേരണം. അതിന് നിന്നെ സഹായിക്കാൻ ഒരാൾക്കേ പറ്റൂ. നീ വൈകിട്ട് വാ, നമുക്കൊരിടം വരെ പോവാം. ശരി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇതാ ഫാദർ ഞാൻ പറഞ്ഞ ആൾ. അപ്പു അല്ലേ? വരൂ കുഞ്ഞുങ്ങളെ, അപ്പുവിനെ നമുക്ക് വൈകാതെ സ്കൂളിൽ ചേർക്കാം.
നമ്മൾ പഠിക്കുന്നതിനൊപ്പം നമുക്കറിയാവുന്നത് മറ്റുള്ളവരിലേക്കും എത്തിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വിദ്യാഭ്യാസം നാം നേടുന്നുള്ളൂ.